2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം നിർവഹിച്ചു. ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം തടയാനാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF ശ്രമം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. ബസ് സ്റ്റാൻഡിന്റെ പൊളിക്കലും ഇപ്പോൾ ഉണ്ടാകുന്ന തറക്കല്ലുകളുടെ കർമ്മമൊക്കെ വളരെ വിശദമായി ബഷീറും അതുപോലെ തന്നെ റഹീമും ഒക്കെ വളരെ കുറഞ്ഞ വാക്കുകളിൽ ഇവിടെ വിവരിക്കുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, 10-20 വർഷക്കാലത്തോളം പഞ്ചായത്തും 10 വർഷം മുനിസിപ്പാലിറ്റിയും ഭരിച്ചിരുന്ന UDFന്റെ ഭരണം അവസാനിപ്പിക്കുന്നത് ഈ നാട്ടിൽ നല്ലവരായ ജനങ്ങളുടെ മുമ്പിൽ 33 വാർഡുകളിലും ഒരു പ്രത്യേക ബോക്സുകൾ നിർമ്മിച്ച് ആ നാട്ടിലുള്ള ആ വാർഡിൽ വേണ്ട വികസന പ്രവർത്തനങ്ങൾ ഏതെല്ലാം ചെയ്യണം എന്ന് ചോദിച്ച് അവരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ ക്രോഡീകരിച്ച് ഒരു പ്രകടന പത്രിക നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് വോട്ട് ചോദിച്ചത്. ആ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, അതിന് പുറമേയുള്ള ധാരാളം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ 5 വർഷം ഈ മുന്നണി മുന്നോട്ട് പോയിട്ടുള്ളത്. നേരത്തെ ബഷീർ പറഞ്ഞ ഒരു കൊറോണ കാലഘട്ടം, കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ, ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ പല കൗൺസിലർമാരും PPE കിറ്റ് ധരിച്ചിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നത്. അതിന് മുമ്പത്തെ കോവിഡ് ഉണ്ട്. ആ കോവിഡ് എങ്ങനെയായിരുന്നു? കേവലം 10-15 ദിവസം നമ്മുടെ വീട്ടിൽ വിശ്രമിച്ച് പാരാസിറ്റാമോളും മറ്റും കഴിച്ചാൽ നമ്മൾ 15 ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങി നമ്മുടെ കോവിഡ് മാറും. പക്ഷെ നമ്മൾ അധികാരത്തിൽ വരുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെട്ട് മനുഷ്യനെ മരണത്തിലേക്ക് പോകുന്ന അത്രയും രൂക്ഷമായ ഒരു കോവിഡിന്റെ സെക്കൻഡ് വേവിലാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത്. 2 വർഷമാണ് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ആരോഗ്യകാര്യ പ്രവർത്തകരുടെയും ആശാ വളണ്ടിയർമാരുടെയും അങ്കണവാടി ടീച്ചർമാരുടെയും മറ്റു രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും ഒക്കെ ശ്രമഫലമായി നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി വാടകയ്ക്കെടുത്ത് കോവിഡിനെ പ്രതിരോധിച്ച ഏക മുനിസിപ്പാലിറ്റി നമ്മുടെ മുനിസിപ്പാലിറ്റി. നമ്മുടെ രാജേശ്വരി റോഡിലുള്ള BM ആശുപത്രി വാടകക്കെടുത്ത് 50 ബെഡുകൾ ഉറപ്പുവരുത്തി. ആ 50 ബെഡുകളിലും 50 ഓക്സിജൻ സിലിണ്ടറുകൾ ഉറപ്പുവരുത്തിയിട്ടാണ് പ്രതിരോധം തീർക്കാൻ നമ്മൾ പോയത്. അതിനെതിരെ കേസ് കൊടുത്ത ആളാണ് ഈ പാലോളി. എങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി എടുക്കണമെന്ന് ചോദിച്ച കത്ത് അവിടെ ഉണ്ട്. ഈ നാട്ടിലൊരു മനുഷ്യൻ മരിച്ചു പോകുന്നിടത്ത് ആരെങ്കിലും ചെയ്യുന്നൊരു പ്രവൃത്തിയാണത്. ആര്യാടന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വന്നിട്ട് കണ്ണു കണ്ടവരെ പൈസ തിന്നുകൾ നടക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ തോന്നും. നമ്മളൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സംസാരിക്കുന്നത് അധ്വാനിച്ച് ഉണ്ടാക്കിയ പണം കൊണ്ടാണ്. ഈ നാട്ടിലൊരാളൊരു രൂപ വാങ്ങിയിട്ടല്ല. ഇവരൊക്കെ ജീവിതത്തിൽ ഇതിൽ നടക്കണവരൊക്കെ ഈ കതറും ഉപ്പായോട്ട് മറ്റവരുടെ 100ഉം 500ഉം 1000ഉം വാങ്ങി രാവിലെ നേരെ ആര്യാന്റെ പെരയിലും പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് കോട്ടാ വിട്ട് റോട്ടിൽ കിറങ്ങുക. അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അതിനെ അനുകൂലിക്കണ്ട. തലയ്ക്ക് വെളിവില്ല ആരെങ്കിലും എതിർക്കുക. അന്ന് മുതൽ തുടങ്ങിയ എതിർപ്പാണ്. ഇപ്പം ബഷീർ പറഞ്ഞു ഇവിടെ ഒരു നല്ലൊരു പരിപാടി നടക്കുന്നത്. നമ്മളെ തറവാട്ടിലൊക്കെ ഉണ്ട്, വല്ല കല്യാണം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ ആ വീട്ടിൽ വന്ന് കള്ളുടിച്ച് വർത്തമാനം എന്തേക്കാലത്തിന് കല്യാണം മോശമാവല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ പോയിട്ട് സെക്രട്ടറിനെ ഉപരോധിക്കുക. തറക്കല്ലിടാൻ പാടില്ല. അതിനൊക്കെ ഇപ്പോൾ ആര്യാടൻ്റെയും അവിടുന്ന് ഭക്ഷണം കഴിച്ചു വന്ന് അവിടുന്ന് തിട്ടൂരം വാങ്ങി വന്ന പൊന്നാര പാലോളിയാണ്. അതിനൊക്കെ വേറെ ആളെ നോക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന് പാലോളിയല്ല, ആര്യാടന്റെ കുടുംബവും വളർന്നിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്. അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതിയെയാണ് ഈ ആളുകൾ തെരഞ്ഞെടുത്തത് എന്ന് ഓർക്കണം. നിങ്ങളെന്താ കരുതിയത്? ഇത് പൊളിക്കാൻ കൊടുത്തല്ലോ.
അന്ന് ഇവിടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ? ഒന്നുമില്ലെങ്കിൽ ഇവിടെ മത്സരിക്കണം, അല്ലെങ്കിൽ മയ്യന്താണി മത്സരിക്കണം. ഈ രണ്ട് കാര്യമല്ലാതെ വേറെ ലോകത്ത് ആരുമില്ല. കുറച്ച് കംപ്ലൈന്റും കൊടുക്കണം. ഇന്നുണ്ട് ആ പ്രകടനത്തിൽ അയാൾ. ഇന്നുണ്ട്. എന്താണ് ഈ നടക്കണമെന്ന് ആലോചിക്കാനുള്ള ബുദ്ധിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 50 ബെഡും 50 സിലിവോസ്. ആര്യടൻ കുടുംബവും പാലോളി മെഹബൂബും ശ്രമിച്ചാൽ വികസനം തടയാൻ കഴിയില്ല. കോവിഡ് നാളിൽ നിലമ്പൂരിൽ സ്വകാര്യ ആശുപത്രി വാടകയ്ക്കെടുത്ത് കോവിഡ് രോഗികളായവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ വരെ പരാതി കൊടുത്തിരുന്നു. കേഞ്ചി റോഡിൽ ജ്യോതിപ്പടി, ജനതപ്പടി, വെളിയന്തോട് ഭാഗങ്ങളിൽ വെള്ളം കയറുന്നത് തടയാൻ പഴയ തോടുകൾ വൃത്തിയാക്കി യഥാസ്ഥാനത്തുകൂടി ഒഴുകിപ്പോകാൻ അവസരമൊരുക്കിയപ്പോഴും UDF തെറ്റായ ആരോപണം ഉന്നയിച്ചു. 20 വർഷം UDF തുടർഭരണം നടത്തിയിട്ടും നിലമ്പൂർ ടൗണിൽ റോഡിന്റെ വീതി കൂട്ടാൻ LDF ഭരണത്തിൽ വരേണ്ടി വന്നെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM ബഷീർ, UK ബിന്ദു, സ്കറിയാക് നാന്തോപ്പിൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പരുന്തൻ നൌഷാദ്, K മോഹൻ, PT ഉമ്മർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.